മാം ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അവനൊന്നും സംസാരിക്കണില്ല, സ്കൂളിലായാലും ഇപ്പം സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നത്, സംസാരിക്കാത്ത അങ്ങനെ കാരണം. എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്തിയ അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തിയ കുട്ടിയാണോ ഇത്? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. അവർ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് വയലൻ്റ് ആവുന്നുണ്ട്. അതായത് അവൻ നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിസ് ഗ്രീഷ്മയാണ്. അപ്പം ഗ്രീഷ്മയുടെ സ്ഥലം തൃശ്ശൂരാണ്. ട്രിവാൻഡ്രത്തേക്ക് എത്തിയത് നമുക്ക് കുറേ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ വർഷങ്ങളായിട്ട് ഒരുപാട് ഹീലിംഗ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ കാണുന്ന വ്യക്തികളാണ്. ശരിക്കും ഈ ഹീലിങ്ങിലൂടെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഗ്രീഷ്മ റേക്കി ഹീലിംഗ് പഠിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പം മാസ്റ്റർ ടീച്ചർ വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ട്രെയിനറാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരുന്നൊരു വ്യക്തിയാണ്. ശരിക്കും ഗ്രീഷ്മയ്ക്ക് അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ? അത്ഭുതങ്ങൾ നമ്മളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് നമുക്കത് വിശ്വസിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടായത് കൊണ്ട് എനിക്കിപ്പോൾ വിശ്വാസമുണ്ട്. ശരിക്കും ആ അത്ഭുതം എന്ന് പറയുന്നത് ഈ ഹീലിംഗിൽ കൂടെയാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ശരിക്കും അനുഭവപ്പെട്ടത്? എങ്ങനെയാണ് ഹീലിങ്ങിലൂടെ കുറേ പേരുടെ മാറ്റാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. മാറ്റാൻ പറ്റാത്തെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിച്ച കാര്യങ്ങളിൽ മാറ്റം വന്നപ്പോഴാണ് അത് ശരിക്കും അനുഭവയോഗ്യമായി മാറിയത്. ആ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? മാറ്റങ്ങൾ ഇപ്പോൾ കുട്ടികളെ ഹീൽ ചെയ്യുമ്പം സംസാരിക്കാത്ത കുട്ടികൾ വന്നിട്ടുണ്ട്. അതായത് ഒരു 7 വയസ്സ് 8 വയസ്സൊക്കെയുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് അവരുടെ പാരൻസ് കൊണ്ടുവരുന്നത് സംസാരിക്കണില്ല. 7-8 വയസ്സായിട്ടും സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചില വേർഡുകളും അക്ഷരങ്ങൾ ലെറ്റേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ സംസാരിക്കുള്ളൂ. അതല്ലാത്തത് ബാക്കിയുള്ളതൊക്കെ അവർക്ക് വേണ്ടത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് ജസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ സ്പീച്ച് തെറാപ്പിക്ക് പോകുന്നുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കുറേ വർഷങ്ങളായിട്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഹീലിങ്ങിന് എത്തുന്നത്. അപ്പം നോർമലി അവർക്ക് ഇപ്പോൾ ഫാമിലിയിലെല്ലാവരും ഇപ്പോൾ വർക്കിംഗ് ആണ്. അവർ KG കൊണ്ടാക്കുന്നു. ഇവിടെ വരുമ്പോഴും കുറച്ച് സമയം സംസാരിക്കാൻ കിട്ടിയാലായി കുട്ടികളായിട്ട്, അങ്ങനെയുള്ള ഒരു ഇതും കൂടിയാണ്. പിന്നെ ഒരു മൂത്ത മകൻ ഉണ്ട്. പക്ഷേ ഭയങ്കര ഏജ് ഗ്യാപ്പ് ഉണ്ട് അവർ തമ്മിൽ, ആ കുട്ടിയായിട്ട്. അതുകൊണ്ട് തന്നെ അവനുമായിട്ടുള്ള ഒരു കളിക്കാനോ കൂട്ടുകൂടാനോ ഇല്ല. എന്നുവെച്ചാൽ അവരുടെ സെയിം ഏജിലുള്ളവരായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പം ഈ മോന് കളിക്കാനെന്ന് വെച്ചാൽ അവിടെ ആളുകളുമില്ല, അതേ സെയിം ഏജ് കാറ്റഗറി അല്ലെങ്കിൽ താഴത്തേക്കോ ഒന്നുമില്ല, അങ്ങനെയുള്ളവരത്തിൽ. അപ്പം വന്ന് എന്നോട് പറഞ്ഞു, മീൻസ് ഞാൻ ഓൺലൈനാണ് ഹീലിംഗ് കൊടുക്കുന്നത്, ഡിസ്റ്റൻ്റായിട്ട്. എന്നോട് പറഞ്ഞു, മാം ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, അവനൊന്നും സംസാരിക്കണില്ല, സ്കൂളിലായാലും ഇപ്പം സ്പെഷ്യൽ സ്കൂളിലാണ് വിടുന്നത്, സംസാരിക്കാത്ത അങ്ങനെ കാരണം. എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്തിയ അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തിയ കുട്ടിയാണോ ഇത്? ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. അവർ കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്ക് വയലൻ്റ് ആവുന്നുണ്ട്. അതായത് അവന് ചിലപ്പം അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു ഇതായിരിക്കും. ക്ലാസ്സിലായാലും മറ്റുള്ള എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല. സ്പീച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അതൊരു പ്രശ്നം തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾക്കായാലും ഒരു ഇത് വരില്ലേ. അതായത് നമ്മൾ എത്രയും പറഞ്ഞിട്ട് അവർക്ക്, അതായത് പറഞ്ഞിട്ടല്ല കാണിക്കുമ്പോഴും അച്ഛനമ്മമാർക്ക് മനസ്സിലാവുന്നില്ല മോൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പുറത്തുനിന്ന് ആർക്കും എന്തായാലും മനസ്സിലാവാൻ പോകുന്നില്ല. അവർക്ക് മനസ്സിലാവാത്ത വേറെ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷന് ഭയങ്കര വയലൻസ് ഇത്തിരി കൂടിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം ഹീലിംഗ് കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം, ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, മോൻ എന്നെ അമ്മ എന്ന് വിളിച്ചു. ഓക്കെ, ചേട്ടനെ ചേട്ട എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് അമ്മ, പപ്പ, ചേട്ട. ഓക്കെ, ഈ 3 വേർഡ് അവൻ പറഞ്ഞു തുടങ്ങി.
അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര സന്തോഷവും അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ അയ്യോ വേറെ ഒന്നും വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കൂടെ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. അപ്പം അതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പം അതായത് വീട്ടുകാർ ഇവർ പുറത്താണ് ഉള്ളത്, അപ്പം നാട്ടിലേക്ക് വിളിക്കും, മുത്തശ്ശനെയും ഒക്കെ വിളിക്കുമ്പം ഇവൻ വരാറില്ല. അതായത് ഈ വീഡിയോ കോളിൽ ഇവൻ വരില്ല. പക്ഷേ ഇതിൽ പോയിട്ട് ഇവൻ സംസാരിക്കാനുള്ള ഒരു ഇത് കാണിച്ചു തുടങ്ങി. അതായത് അതിൽ അവൻ മുഖം കാണിക്കുന്നു, അവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളതൊക്കെ ആയി തുടങ്ങി. അപ്പം അതും നമ്മൾ പതുക്കെ അറിഞ്ഞു തുടങ്ങിയപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർക്ക് തന്നെ സന്തോഷം. അവർ പറയും ഇത്രയും വർഷമായി വീട്ടിലേക്ക് വിളിക്കുന്നത്, പക്ഷെ അവന് നമ്മളിവിടെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊടുക്കും, അതല്ലാതെ അവൻ വരാറില്ല, അതിൽ ഇൻവോൾവ് ആവാറില്ല, എന്തെങ്കിലും പറയാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഇപ്പം അവൻ അല്ലെങ്കിൽ പറയും അച്ഛ അമ്മ അല്ലെങ്കിൽ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിക്കും, ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കും, അങ്ങനെയൊക്കെയായി. പിന്നെ കുറേ കഴിഞ്ഞപ്പം വീണ്ടും നമ്മൾ കുറച്ച് 21 ദിവസമാണ് നമ്മളൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ 21 ദിവസം ആദ്യം പറയില്ല, ഞാൻ പറയും ഒരു 11 ദിവസം നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകണ്ടല്ലോ. ഓക്കെ, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെ പറയും. അപ്പോൾ ഈ 10-11 ദിവസം അടുപ്പിച്ച് ഹീൽ ചെയ്ത് എന്ന് പറഞ്ഞല്ലോ, അപ്പം 20 മിനിറ്റ് ആണോ, അരമണിക്കൂറാണോ, 1 മണിക്കൂറാണോ, എത്ര നേരമാണ് ഒരു കുഞ്ഞിന് വേണ്ടി വരിക, അല്ലെങ്കിൽ എത്ര നേരം കൊടുക്കേണ്ടി വരും? ചില കേസിൽ അരമണിക്കൂറാണ് കോമൺ ആയിട്ട് എടുക്കാറ്. ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രശ്നം വല്ലാണ്ട് പ്രശ്നമുള്ളവർക്കൊക്കെ ചിലപ്പം സമയം കുറച്ചധികം എടുക്കും, അരമണിക്കൂർ കൂടി പോവാറുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ സമയം വെച്ചിട്ട് ചെയ്യുന്നതല്ല. അതായത് ആ ഹീലിങ്ങിന് അതെ ഓട്ടോമാറ്റിക് അത് നമുക്ക് ഒരു ഫീൽ ചെയ്യും, ഇത് കഴിഞ്ഞു, അതായത് എല്ലാം ഇതായി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ നിർത്തുന്നല്ലാതെ സമയം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ കോമൺ ആയിട്ട് അരമണിക്കൂറാണ് വരുന്നത്. ചില കേസിൽ അരമണിക്കൂർ പോയി 3/4 മണിക്കൂർ പോയി 1 മണിക്കൂറൊക്കെ എത്താറുമുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആദ്യമേ പറയും അരമണിക്കൂറാണ് ചെയ്യാറ്, ചിലപ്പം എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് കറക്റ്റായിട്ട് ടൈമൊന്നും പറയാനില്ല, എന്തായാലും 1 മണിക്കൂർ ഞാൻ ആദ്യം പറയും. അരമണിക്കൂർ ചിലപ്പം ചില കേസിൽ മാത്രമേ ഇങ്ങനെ വല്ലാണ്ട് കുറേ സമയം എടുക്കുള്ളൂ, അത്രയും ഭയങ്കര പ്രശ്നങ്ങളുള്ള കേസുകൾ മാത്രം. ഓൺലൈൻ ആകുമ്പോൾ വീഡിയോ കോൾ ആകുമ്പോൾ കുട്ടിയെ കാണണം, അല്ലെ കുട്ടീൻ്റെ ഇരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? അല്ല, ഓൺലൈൻ എന്ന് പറയാൻ ഓൺലൈൻ അല്ല, വീഡിയോ കോൾ ത്രൂ അല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു സമയം പറയും, അവർക്കും എനിക്കും സൗകര്യമായിട്ടുള്ള ഒരു സമയം. ഇപ്പോൾ കുട്ടികളാകുമ്പോൾ അവർ മിക്കവാറും അവർ ഉറങ്ങുന്ന സമയത്താണ് ചെയ്യുക. അതല്ലാതെ നമുക്ക് മുതിർന്നവരെ പോലെ റിലാക്സ് ചെയ്ത് കിടക്ക് അവരോട് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങണ സമയം, അപ്പോൾ വല്ലാണ്ട് എന്താ പറയുക ലേറ്റായിട്ട് ഉറങ്ങുന്ന കുട്ടികളും ഉണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ പുലർച്ചെയൊക്കെ ആണ് സമയം ചെയ്യുക. ആ സമയത്ത് എണീറ്റിട്ട് ഞാൻ ചെയ്യും, കാരണം അവർ അപ്പോൾ എണീറ്റിട്ടുണ്ടാവില്ലല്ലോ എണിക്കണേക്കും മുന്നേ. അപ്പം അങ്ങനെ ചെയ്യും. പിന്നെ അവരെ കാണണമെന്ന് ഇല്ല ഇതിൽ ശരിക്ക്, പക്ഷെ ഓരോരുത്തരും ഓരോ ഇതിലാണ് ഫോളോ ചെയ്യുന്നത്. എൻ്റെ ഒരു ഇതിൽ എനിക്ക് കാണണമെന്നുണ്ട്, അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എനിക്ക് അയച്ചുതരാൻ ഞാൻ പറയും. അപ്പം ഞാനത് ഹീൽ ചെയ്യുമ്പം അവരുടെ മുഖം എൻ്റെ മൈൻഡിൽ കണ്ടിട്ട് എനിക്ക് ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസും അതല്ലെങ്കിൽ നമുക്ക് ആൾക്ക് കിട്ടി എന്നുള്ളൊരു ഇത് എനിക്ക് തന്നെ തോന്നുമല്ലോ, ഒരു രൂപം വരുമ്പം. അപ്പം അതുകൊണ്ട് ഞാൻ അവരോട് ഫോട്ടോ ചോദിക്കാറുണ്ട്. എത്ര ദിവസം കൊണ്ട് ആ മാറ്റം ശരിക്കും നമുക്ക് അറിയാൻ പറ്റും? അതിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മാറ്റങ്ങൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കുട്ടികളിൽ ഒരു എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു പറയുമായിരിക്കുമല്ലോ, ഒരു മാറ്റം കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞൊക്കെ അറിയിക്കുമല്ലോ. അതൊക്കെ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ടോ? ഒരു 5 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും അവർ പറയും. 3 ദിവസം ഞാൻ ഹീൽ ചെയ്യുമ്പോൾ ഞാൻ പറയും 3 ദിവസം എന്ന് പറയുന്നത് ഒരു ക്ലൻസിങ് പീരീഡ് ആയിട്ടാണ് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് 3 ദിവസം എന്ന് പറയുന്നത് ഒരു ക്ലൻസിങ് പീരീഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് ഹീലിങ്ങിന് കൊടുക്കുമ്പം നമ്മളുടെ ശരീരത്തിൽ വേറൊരു എനർജി ഉണ്ടാവുമല്ലോ, പലതരത്തിലുള്ള നെഗറ്റീവ് ഉണ്ടാവും, ടോക്സിക് ആയിട്ടുള്ള പലതും ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ പോകാനുള്ളൊരു സമയം ഞാൻ ഒരു 3 ദിവസം അവരോട് പറയും. ഓക്കെ,
അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ആ ക്ലൻസിങ് പീരീഡ്. അത് ഞാൻ പറയുന്നതാണ്, പലർക്കും പലതായിരിക്കും. അപ്പം എല്ലാവർക്കും ഈ 3 ദിവസം വേണമെന്നൊന്നുമില്ല, ചിലർക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഓക്കെ ആവും, ക്ലൻസിങ് നടക്കും. എന്നാലും ഞാൻ മിനിമം ഒരു 3 ദിവസം പറയാറുണ്ട്. അപ്പം ആ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കറക്റ്റായിട്ട് നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റി തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി ബ്ലോക്ക് ആണല്ലോ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പം പാസ്റ്റ് ജന്മത്തിലുണ്ടായ അല്ലെങ്കിൽ മുൻജന്മത്തിലുണ്ടായ ഏതെങ്കിലും ട്രോമാസോ അല്ലെങ്കിൽ ഈ ജന്മത്തിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും എനർജി ബ്ലോക്ക്സ് ആയിട്ടായിരിക്കുമല്ലോ ഇത് കാണുക. അപ്പോൾ ഈ ക്ലെൻസിങ് ടൈമിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ എന്ത് ബ്ലോക്ക്, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടോ? അതായത് നമ്മൾക്കിപ്പം ബ്ലോക്കുകൾ കാണാൻ പറ്റും, അത് എന്ത് റിലേറ്റഡ് ആണെന്ന് എല്ലാവരുടെ കേസിലും പറയാൻ പറ്റില്ല. പക്ഷെ ചില കേസിൽ നമുക്ക് മൈൻഡിൽ വരും ഇന്നതാണ് പ്രശ്നം. അപ്പം അത് അങ്ങനെ ഉണ്ടോയെന്ന് നമ്മൾ തന്നെ ചോദിക്കുക അവരോട്. അതായത് അവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കില്ല, അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഓർമ്മ ഇപ്പം അങ്ങനെ ചോദിച്ചതായിട്ടായി അപ്പോൾ എന്ത് ബ്ലോക്കാണ് അല്ലെങ്കിൽ ചോദിച്ചത്, ആ ഒരു ബ്ലോക്കിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് അത് ഇപ്പോൾ ഓർമ്മയിൽ നിൽക്കുന്ന ഏതാണ്? അതായത് ഇപ്പം ഇപ്പോൾ എന്താ പറയുക, ഒരു മോൻ, അവന് ഭയങ്കര മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതായത് പേടി, ബാത്റൂമിൽ കയറാൻ പറ്റുന്നില്ല. ബാത്റൂമിൽ ആരെങ്കിലും പോയാൽ തന്നെ പറയാണ് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ പോകരുത്. അമ്മോട് പറയാണ് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെ പോകണ്ട. ഓക്കെ. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, അവനായാലും പുറത്തേക്ക് ഇറങ്ങാൻ പെട്ടെന്ന് ഉണ്ടായതാണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ അവനെ ഹീൽ ചെയ്തപ്പം എനിക്ക് കുറേ ബ്ലോക്കുകൾ, അവന് ചൈൽഡ്ഹുഡിൽ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, അതായത് എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ, അവന് ചൈൽഡ്ഹുഡ് ട്രോമ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ അറിയാൻ വൈകി, പക്ഷേ അവന് ചെറുപ്പത്തിൽ അവനെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ഫാമിലിയിലുള്ള ആരോ ആണ്. അപ്പം അതിൻ്റെ ഒരു ഇതിൽ അവൻ പേടിച്ചിട്ട് പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞത് അവരുടെ ഫാമിലിയിലുള്ള ആരോടാണ്, പാരൻസിനോട് പറഞ്ഞില്ല. ഓക്കെ. അപ്പോഴേക്കും ഇതൊക്കെ, അതായത് അതൊക്കെ വിട്ടു പോയായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിൽ ട്രോമയായിട്ട് കിടപ്പാണ്. ഓക്കെ. അപ്പം അവൻ പഠിക്കുന്നുണ്ട്, ഓക്കെയാണ്. കുറച്ച് ഈ ആൾ അല്ലെങ്കിൽ ആ വ്യക്തി വിട്ടുപോയതിനു ശേഷം കുട്ടി ഓക്കെ ആയതാണ്. ഓക്കെ. കുറച്ച് നാൾ കഴിഞ്ഞപ്പം, ഏകദേശം എന്ന് പറയുന്നത് അവൻ നന്നായി പഠിക്കുന്ന ടൈമൊക്കെ കഴിഞ്ഞപ്പം പിന്നെയാണ് ഇതൊക്കെ അവന് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഇതിലേക്ക് അവന് പോകാൻ പേടിയായി തുടങ്ങി. ഇനി അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കാം പോവാൻ തുടങ്ങി. അതായത് ഇപ്പം ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെ അവൻ ഇമാജിൻ ചെയ്തിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഓക്കെ. പേടി, അവന് ആ പേടി ഇപ്പോഴും ഉണ്ട്. അത് എടുത്തു കളയാൻ ഉള്ള ഒരു ഇത് ഇപ്പോൾ പാരൻസിനായാലും ഇപ്പം ഉണ്ടായൊരു പ്രശ്നമാണ് അവർ പറഞ്ഞത്. പക്ഷേ കുട്ടികൾക്ക് ഉണ്ടാവുന്ന, അതായത് വലുതാവും തോറും ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആണ് പ്രശ്നങ്ങൾ. അപ്പം അത് എനിക്ക് ഒരു കുട്ടിയും പറയില്ല, പല കുട്ടികളും പേടിച്ചിട്ട് ഇത് പുറത്ത് പറയില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും കൗൺസിലറിനെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോലും ചിലപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് വിട്ട് കിട്ടണമെന്നില്ല. അപ്പോഴായിരിക്കും അവർ പോലും അറിയാതെ ഹീൽ ചെയ്യാനായിട്ട് ഇങ്ങനൊരു മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ? അവിടെയാണ് ഇതിൻ്റെ പ്രാധാന്യം. ഒരു ഭയങ്കര ഒരു സംഭവമാണ്. എത്രയോ കുഞ്ഞുങ്ങൾ പലരും വിചാരിക്കും കുഞ്ഞല്ലേ, അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത് മാറിക്കോളും എന്ന ചിന്ത. അതാണ്, അത് മാറില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ളതാണ്. അത് അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിക്കുക ഇപ്പോൾ കഴിഞ്ഞല്ലോ, അവൻ ഓക്കെ ആയി, അവനത് മറന്നു അല്ലെങ്കിൽ അവളത് മറന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്. അത് പ്രോഗ്രസീവ് ആയിരിക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു പർട്ടിക്കുലർ മൊമെൻ്റ് എത്തുമ്പം, എന്തെങ്കിലും ചെറിയൊരു ഇൻസിഡൻറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടായി കഴിയുമ്പം അത് പെട്ടെന്ന് എടുത്തു വരും. പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറാണ് ചെയ്യുന്നത്. അപ്പം ഈ ഹീലിംഗ് കൊടുക്കുമ്പം അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ലെവൽ കൂടാണ്. പേടിയുണ്ടല്ലോ, ചില കാര്യങ്ങളോടുള്ള പേടി, ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. വലിയവർക്ക് മാത്രമല്ല, കുട്ടികൾക്കും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഡിപ്രഷൻ, ആങ്സൈറ്റി എന്ന് പറയുന്നത്. പക്ഷേ അത് പുറത്തേക്ക് വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ വിചാരിക്കുക അവരുടെ വാശിയാണ് എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ പെരുമാറുന്നത്, ആരോടും ഒരു അടുപ്പം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ല,
പഠിക്കുന്നില്ല അല്ലേ, എല്ലാം ഒരു നമുക്ക് അവനെ വഴക്ക് പറയുക അല്ലെങ്കിൽ അവനെ മാറ്റി നിർത്തുക എന്നുള്ളതിൽ ഉപരിയായിട്ട് അവൻ എന്തെങ്കിലും പ്രശ്നം ഒരു റൂട്ട് കോസ് കാണും എന്ന് കരുതി അത് തിരിച്ചറിഞ്ഞ് ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഹീലിങ്ങിലൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടും, പേടി മാറും, ശരിക്കും അവർ ഉള്ളു തുറന്ന് ചിരിച്ചു തുടങ്ങും. അതെ, എപ്പോഴും നോക്കിയാലും ഒരു ചിരിയില്ലാതെ വളരെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ അല്ലേ, ആ രീതിയിലുള്ളൊരു ദുഃഖം നിറഞ്ഞൊരു ഭാവമാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അതെ അതെ. പിന്നെ വീട്ടിലെന്തെങ്കിലും പറയുമ്പം ദേഷ്യം വരും കുട്ടികൾക്ക്, ഇങ്ങനെയുള്ളവർക്കൊക്കെ. അതായത് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ചെയ്യില്ല എന്നുള്ള ഭയങ്കര അഡ്മൻ്റായിട്ട് നിൽക്കും. അങ്ങനെയുള്ളതൊക്കെ ഹീലിംഗ് കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പറയുക മോൻ പറഞ്ഞത് അനുസരിക്കുന്നുണ്ട്, മാറ്റങ്ങൾ എന്ന് പറയുന്നത് കാണുന്നുണ്ട്, മറ്റുള്ളവർ വരുമ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്, മറ്റേ ഗസ്റ്റ് വരുമ്പം എണീറ്റ് പോണ സ്വഭാവമൊക്കെയാണ്. അപ്പൊ അതിനൊരു മടിയില്ലാത്ത രീതിയിലൊക്കെ തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുന്നല്ല ഞാൻ പറയുന്നത്, ഓരോ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ശരിയായി തുടങ്ങും. ഓക്കെ, അപ്പം ഓരോ ചെറിയ ചേഞ്ച് എന്ന് പറയുന്നത് അതൊരു വലിയ മാറ്റമാണ്. അതെ, നമ്മളിപ്പോൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നവരും ചോദിക്കുമ്പോൾ ഈ ഒരു കുട്ടിയിലുണ്ടാകുന്ന മാറ്റം, പ്രകടമായ മാറ്റം എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് അല്ലേ. എന്നുവെച്ചാൽ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും തൻ്റെ മക്കൾ നല്ല നിലയിലെത്തണം, നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാ അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ്. പക്ഷെ അതിലേക്ക് എത്താതെ വരുമ്പോൾ, അതിന് തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അവർ എന്നും ടീച്ചേഴ്സും അല്ലെങ്കിൽ സമൂഹവും എല്ലാം അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛനമ്മയെ കുറ്റപ്പെടുത്തുകയുള്ളൂ. പ്രധാനമായിട്ടും അമ്മ നോക്കാഞ്ഞിട്ടാണ്, അച്ഛൻ നോക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അവർ നേരെ വളർത്താത്തതുകൊണ്ടാണ് എന്നുള്ള കുറ്റപ്പെടുത്തലുകളാണ് കൂടുതലും കേൾക്കുക. പക്ഷേ ആ കുട്ടിക്കൊരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്നും അവൻ്റെ കൂടെ നിന്ന് അവനെ സഹായിക്കുക, അവൻ്റെ പ്രശ്നം കണ്ടെത്തുക. അപ്പം ഗ്രീഷ്മയെ പോലുള്ള ഹീലേഴ്സിനൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒരുപാട് സഹായിക്കാൻ പറ്റും. അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും അല്ലേ. അവർ വലുതായി കഴിയുമ്പോൾ നല്ലൊരു പൗരനായിട്ട് വളരുക, അല്ലെ ഉത്തമ പുരുഷനായാലും സ്ത്രീയായിട്ട് മാറുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഏറ്റവും സത്യം പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ് കുഞ്ഞുങ്ങളുടെ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഗ്രീഷ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാസ്റ്റർ ടീച്ചറായി എന്ന് പറഞ്ഞു. അതായത് ആദ്യം നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു കോഴ്സ് പഠിച്ചു, അതിനുശേഷം അടുത്ത ലെവലിലേക്ക് പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഹീലറായിട്ട് മാറി, അത് കഴിഞ്ഞ് ടീച്ചറായിട്ട് മാറി. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ട് പല ലെവലിലേക്ക് എത്തണമെങ്കിൽ ഗ്രീഷ്മയുടെ ജീവിതത്തിലും അതുപോലൊരു മാറ്റം ആവശ്യമുണ്ടെന്ന് ഗ്രീഷ്മയ്ക്ക് തോന്നിയപ്പോഴാണ് ഇതെല്ലാം പഠിച്ചതും അനേകരിലേക്ക് അത് എത്തിക്കാനും സാധിച്ചത്. അപ്പം അങ്ങനെ ഒരു നമ്മൾ സമൂഹത്തിൽ നല്ലൊരു സേവനം ചെയ്ത് നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ നമുക്കിപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഒരു ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരും, ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടൊരു സൗജന്യമായിട്ട് നമുക്കൊരു ഹീലിംഗ് ഈ സമയത്ത് നൽകിയാലോ അല്ലേ? അതൊരു വലിയൊരു പുണ്യമായിരിക്കും, അവർക്കൊരു സന്തോഷമാകും. അത് ചെയ്യാം. ഓക്കെ.